ഇന്നത്തെ വചനചിന്ത, ദൈവത്തെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. ഒരു മലയിലെ ഒരു ഗ്രാമത്തിൽ നിന്നും ഒരു ബാലകൻ പട്ടണത്തിൽ വന്നു. ആ ബാലനെ ഏറ്റവും അതിശയിപ്പിച്ചത് ആ പട്ടണത്തിൽ കത്തി നിൽക്കുന്ന ബൾബുകളാണ്. അന്ന് രാത്രി മുഴുവനും കൗതുകത്തോടുകൂടെ വിവിധ രൂപമുള്ള ഓരോ ബൾബുകളിലും അവൻ നോക്കി നിന്നു. ചെറുതും വലുതുമായ ബൾബുകൾ കത്തി നിൽക്കുന്ന പട്ടണം എത്ര മനോഹരമാണ്! എപ്പോഴും വെളിച്ചം നിറഞ്ഞു നിൽക്കുന്ന ഈ പട്ടണം പോലെ എൻ്റെ ഗ്രാമത്തെയും ആക്കി തീർക്കണമെന്ന് അവൻ തീരുമാനിച്ചു. അവൻ്റെ സന്തോഷവും ഭാവനയും അനന്തമായി. രാവിലെ കട തുറന്നപ്പോൾ പല വർണ്ണങ്ങളിലും വലിപ്പത്തിലുമുള്ള കുറേ ബൾബുകൾ അവൻ്റെ സമ്പാദ്യത്തിൽ നിന്നും വാങ്ങിക്കൂട്ടി. അവൻ ആ ബൾബുകളുമായി അവൻ്റെ ഗ്രാമത്തിൽ ചെന്നു. ബൾബുകൾ ഓരോന്നും വീടുകളുടെ മുൻപിലും കടകളുടെ മുൻപിലും മരങ്ങളുടെ മുൻപിലും അവൻ കെട്ടിത്തൂക്കി. അവനോട് അവിടെയുള്ളവർ ചോദിച്ചു, നീ എന്താണ് ചെയ്യുന്നത്? അവൻ പറഞ്ഞു, നമ്മുടെ ഗ്രാമത്തെ വ്യാപരിക്കുന്ന ഇരുട്ടിൻ്റെ അന്തരീക്ഷത്തെ ഞാൻ ശോഭയുള്ളതാക്കും. നമ്മുടെ ഗ്രാമവും ഇനി ഇരുട്ടായാൽ ഇന്നു മുതൽ ബൾബ് കത്തി പ്രകാശിക്കും. രാത്രിയാകുമ്പോൾ ഈ ബൾബുകളെല്ലാം കത്തി തുടങ്ങും. അപ്പോൾ ഇരുട്ടിന് നാം ഇനി ഭയപ്പെടേണ്ട ആവശ്യമില്ല. സൂര്യൻ അസ്തമിച്ചു, രാത്രിയായി. എന്നാൽ ബൾബുകൾ യാതൊന്നും കത്തിയില്ല. അവൻ്റെ പ്രതീക്ഷയെല്ലാം തകർന്നു. വീണ്ടും അന്ധകാരത്തിൽ പേടിപ്പെടുത്തുന്ന അന്തരീക്ഷം വന്നണഞ്ഞു. വൈദ്യുതി കടത്തിവിടാതെ ബൾബുകൾ പ്രകാശിക്കുന്നില്ല എന്ന് നമുക്കേവർക്കും അറിയാം. അതുപോലെ തന്നെ ഒരു യാഥാർത്ഥ്യമാണ്, ദൈവത്തെ പിരിഞ്ഞ് നമുക്ക് യാതൊന്നും ചെയ്യുവാൻ സാധ്യമല്ല എന്നുള്ളത്. കർത്താവ് യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷക്കാലത്ത് പ്രകാരം വിളിച്ചു പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. നാം എന്തെല്ലാം കഴിവുകൾ ഉള്ളവരാണെങ്കിലും, എന്തെല്ലാം സ്വാധീനമുണ്ടെങ്കിലും, എന്തൊക്കെ ശക്തിയുണ്ടെങ്കിലും, എന്തൊക്കെ സ്ഥാനമാനങ്ങൾ ഉള്ളവരായാലും നമുക്ക് അതിൻ്റെ പ്രയോജനം ഫലത്തിൽ കിട്ടണമെങ്കിൽ കർത്താവിൻ്റെ സഹായം അത്യാവശ്യമാണ്. ദൈവത്തെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. നന്മ പ്രാപിപ്പാൻ സാധ്യമല്ല. കഴിവില്ലല്ല, വൈദ്യശാസ്ത്രവും സാമ്പത്തികവും വിദ്യാഭ്യാസവും നമ്മുടെ യഥാർത്ഥ അന്ധകാരത്തിൻ്റെ നടുവിൽ പ്രയോജനപ്പെടുന്നില്ല. ഇപ്പോഴത്തെ താങ്കളുടെ ജോലിയും വലിയ വാഹനവും കൂട്ടുകാരും ചാർച്ചക്കാരും അങ്ങനെ താങ്കൾക്കുള്ളതെല്ലാം ഒരു പരിധിയിൽ കൂടുതൽ താങ്കളെ സഹായിക്കുകയില്ല. പ്രയാസമേറിയ ദിനങ്ങളിൽ ഇവയെല്ലാം വെറും കടലാസിൽ ഒതുങ്ങിപ്പോകും. ഒന്നിനും നമ്മെ തുണയ്ക്കുവാൻ കഴിയുകയില്ല. കർത്താവിനെ പിരിഞ്ഞ് സമ്പത്തിൻ്റെയും സൗകര്യത്തിൻ്റെയും ബന്ധുമിത്രാദികളുടെയും പുറകെ ഓടുമ്പോൾ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക, ജീവിതത്തിൽ നിലനിൽക്കുന്ന ഫലം ലഭ്യമാകുവാൻ കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ നിത്യമായ വചനത്തിൽ വിശ്വസിച്ച് പിരിയാതെ വസിക്കണം. ഈ ലോകത്തിൻ്റെ ഒരു പ്രകാശ വാഗ്ദാനങ്ങൾക്കും നമ്മുടെ ജീവിതത്തെ പ്രഭാപൂരിതമാക്കുവാൻ സാധിക്കുകയില്ല. നമുക്കാവശ്യം ദൈവസാന്നിധ്യമാണ്. നമുക്കാവശ്യം കർത്താവുമായുള്ള ബന്ധമാണ്. അന്ധകാരം വ്യാപരിക്കുമ്പോൾ ക്രിസ്തുവാകുന്ന വെളിച്ചം നമ്മുടെ മേൽ കത്തിയാൽ നാം പട്ടണത്തിൽ ശോഭയുള്ളവരായി മാറും. ഒരു മിന്നാൽ മിന്ന് തന്നാൽ ആകുന്ന രീതിയിൽ പ്രകാശത്തെ പുറപ്പെടുവിക്കുന്നത് പോലെ ദൈവത്തിൽ നിന്ന് ദൈവശക്തി പ്രാപിച്ച് നമ്മുടെ സമൂഹത്തിൽ, സഭയിൽ, നമ്മുടെ ദേശത്ത്, രാജ്യങ്ങളിൽ, ഭൂലോകം മുഴുവനും ദൈവത്തിൻ്റെ ശക്തിയെ പകരപ്പെടുവാൻ, ദൈവസാന്നിധ്യം മുറുകെ പിടിക്കുവാൻ ദൈവകരങ്ങൾ പൂർണ്ണമായി ഏൽപ്പിക്കുക. ഒരു വൈദ്യുതി കടത്തിവിട്ട പ്രയോജനമുള്ളൊരു ബൾബായി തീരുന്നത് പോലെ ദൈവശക്തി അനുഭവിക്കപ്പെടുന്ന ദിവസങ്ങളായി തീരുവാൻ കർത്താവിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായി ഹൃദയത്തെ സമർപ്പിക്കാം.
നാം ഇന്ന് എന്തെങ്കിലും ആയിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ നമുക്ക് യാതൊന്നും ചെയ്യുവാൻ സാധിക്കില്ല. ആകയാൽ ദൈവകൃപയാൽ ദൈവശക്തിയാൽ മുന്നേറുവാൻ പൂർണ്ണ വിശ്വാസത്തോടു കൂടെ സകല കാര്യങ്ങളും ചെയ്യുവാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുവാനാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.